ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പുതിയൊരു ഞാനിന്ന് തങ്കൻ്റെ ഒപ്പം റീലെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതെ, ഒരു അടിപൊളി നല്ല വീടാട്ടോ. അതൊക്കെ നല്ല ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്, നല്ല ആംബിയൻസാ. നമുക്കൊരു വർക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഒരു കിട്ടുന്ന സ്പോട്ടാണ് കിട്ടിയത്. അത് നമ്മളെ മമ്പാടന്നെ ഇങ്ങനെ ഒരു സ്പോട്ടൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് എത്തിയപ്പോൾ ഹരി ചോദിച്ചും ചെയ്തു, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ടാകുന്നത് ഇങ്ങനത്തെ കാണാനും സുലഭമായിരിക്കും. ഇങ്ങനത്തെ ഒരു ഈ ഏരിയ ഇങ്ങനെ കാണാൻ നമ്മളെ നാട്ടിൽ നമ്മൾ അങ്ങോട്ടൊന്നും ടൗണിലേക്കൊന്നും മമ്പാട് ടൗണിലേക്കൊന്നും ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പരിപാടികളില്ല. അപ്പം ഇപ്പുറത്ത് ഫോറസ്റ്റും അല്ലേ? അതെ, റോഡിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റാണ്. ഇത് പുലി എങ്ങനെയാണ് ഇപ്പൊ ഈ സൈഡിലാണാവോ? പുലി മമ്പാട്ടിൽ നിന്ന് ഇറങ്ങിയ പുലി. പിന്നെ ഒരു കാര്യം പറഞ്ഞ വെച്ചാല് ഫുള്ള് ഫ്രൂട്ട്സ് ആണ് ഇവിടെ. അതെ, പേരക്ക, ചിക്കു, ഇവിടെ വന്ന ഷൂട്ട് ചെയ്തേ. ചിക്കു ചിക്കു ഇഷ്ടം പോലെ പിന്നെ അടയ്ക്കാപ്പഴം. ഇതാ അടയ്ക്കാപ്പഴം അവിടെ ഇതൊക്കെ അടയ്ക്കാപ്പഴത്തിനുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടാവും ഇവിടെ, ഇഷ്ടം പോലെ. നല്ല കിട്ടില്ല മൂടി. അപ്പൊ തങ്കരന്നൊരു വർക്ക് ഉണ്ട്, ഒരു സോങ്ങിന്റെ ഷൂട്ടില്ലേ. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഒരു സോങ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മറ്റേ മാങ്ങ ഉണ്ട്, മലഞ്ചാമ്പയ്ക്ക്, മിറാക്കിൾ ഫ്രൂട്ട്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ മിറാക്കിൾ ഫ്രൂട്ടൊക്കെ ഉണ്ട്. മിറാക്കിൾ ഫ്രൂട്ട് നോക്കൂ, ഇഷ്ടം പോലെ പറക്കാ തിന്ന. ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖതാണ്, ഒന്നും വേണ്ട. നല്ല മൂടാട്ടോ ഇവിടെ, വളരെ നല്ല മൂഡ്. അപ്പോൾ ഞങ്ങളൊന്ന് തിന്ന് കുത്തിരിക്കട്ടോ, വേറെ ഒന്ന്. അതെ, വയറ് നിറഞ്ഞു തിന്നത് നടക്കപ്പം നിന്ന് വയറ് നിറഞ്ഞു. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. ഇപ്പോൾ വേറെ ആളെ കൂടി ഞങ്ങൾക്ക് പരിചയപ്പെടുത്താറുണ്ട്. നമ്മുടെ നിസാർ മുഹമ്മദ് അല്ല, മമ്പാടോ, നിസാർ മമ്പാട്. ഒരു അടിപൊളി സിംഗറാണ്. ഗാനമേളക്കൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മളിന്ന് ഷൂട്ടിന് വന്നത്. പിന്നെ നിസാർഖാനെ പരിചയപ്പെടുത്തുക. നിസാർഖാൻ്റെ ഷൂട്ടാണെന്ന്. അതെ, ഒരു സോങ് ഷൂട്ട് നിസാർഖാണത്. നിസാർക്ക് എന്താ പറയുക? അതെ, പെരുന്നാളിനോട് സംബന്ധിച്ച് ഒരു സോങ് അല്ലേ? അതെ, ഇവിടെ നല്ല ലൊക്കേഷനാണ്. പിന്നെ ക്യാമറ DOP നമ്മളെ DOP അല്ലേ? അത്രേ ഉള്ളൂ. ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്തെങ്കിലും? ഇതെന്ന് വെച്ചാൽ ഒരു പെരുന്നാൾ സോങ്ങിന് ഒരു വേറിട്ടൊരു ഇതായിട്ട് തോന്നുന്നു, ലിറിക്കൊക്കെ ആയിട്ട് വേറിട്ട ലിറിക്കായിട്ട് തോന്നുന്നു. അറബിക് സ്റ്റൈൽ അല്ലേ? അറബിക് സ്റ്റൈല്. കാരണം ഇത് ഗൾഫിൽ നിന്ന് അതിന്റെ എഡിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആണോ? അപ്പൊ ഇവിടെ നമ്മൾ ഈ സോങ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്തോണ്ട് എന്തായാലും ഒരു വെറൈറ്റി വരും. വെറൈറ്റി പറഞ്ഞാൽ പുള്ളി എടുത്താൽ തന്നെ അതൊരു വെറൈറ്റിയാണ്. അതത്രേ ഉള്ളൂ. ഇത് എന്തായാലും വളരെ സന്തോഷമുള്ള ഇതിലാണ് അല്ലെ മമ്പാട് ഇങ്ങനെ ഒരു ഏരിയ ആണെന്ന് പറയുമ്പോഴേ അത്രയും നല്ല. ഐ മീൻ ഗസ്റ്റിനൊക്കെ കൊടുക്കുന്നു തോന്നുന്നല്ലേ? ഈ ഏരിയ ഗസ്റ്റിനൊക്കെ കൊടുക്കുന്നു തോന്നുന്നില്ലേ? നമ്മള് അടുത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ നമ്മുടെ അടുത്ത ആൾക്കാർ. നല്ല അടിപൊളി ലൊക്കേഷൻ കേട്ടോ, നല്ല നാച്ചുറൽ ബ്യൂട്ടി അല്ലേ? കിട്ടില്ല. അതിൻ്റെ അപ്പുറത്തൊരു അരുവി കൂടെ ഒക്കെ ഉണ്ട്. അരുവിയാ, തോടാ, പുഴ, എന്താ ഒക്കെ പറയാലേ. എന്തായാലും ഇതാണ് ഏരിയ. നല്ല മൂടാ. ഏതാ മൂട്? അംബാനി മൂടില്ലേ? അതെ. അപ്പോൾ ഇനി അടുത്ത് ഞങ്ങൾ ഷൂട്ടിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ടിൻ്റെ ടൈമിൻ്റെ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അത് BTS ആയിട്ട് അത് ഇതിൽ ഉണ്ടാവും. നമ്മുടെ പരിപാടി അതാണല്ലോ. പിന്നെ മലഞ്ചാമ്പയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. മിറാക്കിൾ ഫ്രൂട്ട് കണ്ടെങ്കിൽ മിറാക്കിൾ ഫ്രൂട്ട് സീനാണ്. മിറാക്കിൾ ഫ്രൂട്ട് ഒന്നല്ല, ഞാൻ വെറുതെ എന്താ പറയാ, അല്ല മിറാക്കിൾ ഫ്രൂട്ട് അല്ല, എന്ത് വേറെ സാധനം അറിയില്ല. പക്ഷെ അത് നല്ലതുണ്ട്. ഇതിനെ വേറെന്താ പേര് പറയും? മലഞ്ചാമ്പയ്ക്ക. ചാമ്പയ്ക്ക. മലഞ്ചാമ്പയ്ക്ക, അതിന്റെ പേര് മലഞ്ചാമ്പയ്ക്കല്ല. ഇതിന് ഓരോ ഏരിയകളിലും ഓരോ പേരാണ്. ഇതിന്റെ ചൂടുകൂടി ഇതെന്താന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തിട്ട് പേരിട്ടാൻ വേണ്ടി. മലഞ്ചാമ്പയ്ക്ക താഴോക്കി ഇതേ നോക്കൂ, എത്ര കിടക്കണല്ലേ? ഇഷ്ടം പോലെ. അപ്പൊ അല്ല, ഞാൻ ബൈ പറയില്ല, ഞാൻ സാധനം പറിച്ചിട്ട് വരാം. ബൈ പറഞ്ഞ ഞങ്ങൾ പോവാ. അങ്ങനെ അങ്ങ് പോയാലോ? നിൽക്കണോ? ഇതാണ് സാധനം. ചാമ്പയ്ക്കയിൽ നിന്നും മലഞ്ചാമ്പയ്ക്കാണ് ഞങ്ങളവിടെയൊക്കെ പറയാറ്. നിങ്ങളവിടെ എന്താ പറയുക? ഇതാ, ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. മിറാക്കിൾ ഫ്രൂട്ട്. മിറാക്കിളോ? അത് മിറാക്കിൾ ഫ്രൂട്ട് തന്നെയാണോ എന്ന് എനിക്കറിയില്ല.
നല്ല കൊതുകുണ്ട് കേട്ടോ. എന്താ പ്രശ്നം ചോദിച്ചാൽ അപ്പുറത്ത് ഫോറസ്റ്റ് ഇപ്പുറത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി. പ്രശ്നം എന്താ വെച്ചാൽ അവിടെ പാല് കാച്ചൽ, ഇവിടെ വല്ല കടുവേ പുലി ഉണ്ടാവുമെന്നാണ് എൻ്റെ പേടി. ഏതാ മൂടല്ലേ? കിടലം മൂട്, ഏതാ മൂട്? സീനിയസ് സ്ഥലം ഇവിടെ നോക്കുക കണ്ടോ. അത് കഴിക്കാൻ പറ്റുമെന്നാണ് എനിക്കറിയാത്തത്. മിറാക്കിൾ ഫ്രൂട്ടോ? മിറാക്കിൾ ഫ്രൂട്ട് ഏകദേശം ഇങ്ങനെയാണ്, പക്ഷെ ഇങ്ങനെയല്ല. ഇത് മിറാക്കിൾ ഫ്രൂട്ട് അല്ല, ഇത് വേറെ എന്തോ ഇതിന്റെ പേരറിയണ ഓരോ പേരും കണ്ടെത്തി ഓരോന്നുണ്ട്. എന്നിട്ട് ആൾക്കാരെ പറ്റിക്കാം മിറാക്കിൾ ഫ്രൂട്ട്. ഈ സംഭവത്തിന്റെ പേരറിയാതെ ഇതെന്താ കാഞ്ഞിരാണ് കഴിക്കണത്. കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ചിലപ്പോൾ അത് കുഴിച്ചിടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് ആവും. അല്ലാതെ ഇപ്പോൾ വിഷമായിട്ടുള്ള എന്തെങ്കിലും സാധനം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കുഴിച്ചിടൂലല്ലോ. ഇവിടെ ഒരു സ്മെല്ല് വല്ല വൃത്തിയുടെ സ്മെല്ലാണ്. സത്യം പറയാലോ, സ്മെല്ല് വൃത്തിയുടെ ഒടുക്കത്തെ കൊതുക. പോവാ വിട്ടെന്ന് കണ്ടപ്പോ റെഡ് സാധനം വിട്ടെന്ന് കണ്ടപ്പോ ഇതാണ് അതിന്റെ പഴുത്ത വേഷം. കണ്ടോ റെഡ് കളറല്ലേ? തിന്നണ്ട മണം. പോവാം. പോവാം. വിളിക്കോ. പറന്നേ പറന്നേ നേരെ ചെന്നേ കറണ്ട് കമ്പിമേ ചെന്ന് ആവല് കുടുങ്ങിയ വഴി നിൽക്കും. കറണ്ട് കമ്പിമേലല്ല ലൈനിൽ. അപ്പോൾ ചെറിയ വ്ളോഗാ, വളരെ ചെറിയ വ്ളോഗ്. വീണ്ടും കാണാം. വളരെ ചെറിയ വ്ളോഗ്. ഞങ്ങൾ പോവാണ്, നിസാർക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അല്ല, ഇന്ന് അടുത്ത പരിപാടി ഉണ്ട്. ഞങ്ങൾക്ക് വേറെ റീൽ എടുക്കാണ്ട്. അപ്പം എന്തായാലും ഫ്രൂട്ടും കിട്ടി. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ടും ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്ന് കുറേ സാധനം കിട്ടി കഴിക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. ഗുഡ് ബൈ അല്ലേട്ടോ, ഗുഡ് നൈറ്റ്. അപ്പം ശരി.